എല്ലാ ദിവസവും 12 ജപിക്കാം. ഇതാര് ജപിക്കണമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ജപിക്കാം. വിദ്യ വേണ്ടവർക്ക് വിദ്യയ്ക്ക് ഗുണമാണ്, സമ്പത്ത് വേണ്ടവർക്ക് സമ്പത്തിന് നല്ലതാണ്, സ്ഥലം വേണ്ടവർക്ക് സ്ഥലത്തിന് നല്ലതാണ്, വിവാഹം വേണ്ടവർക്ക് വിവാഹത്തിന് നല്ലതാണ്, എല്ലാ ആഗ്രഹ പൂർത്തീകരണത്തിന്. നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. നമ്മൾ ഗണപതി ഭഗവാനെക്കുറിച്ച് ഒട്ടനവധി വീഡിയോകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ശരിക്ക് നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കുകയാണ്, ഗണപതി ഹോമമുണ്ട്. വീട് കയറി താമസമാണ്, ഗണപതി ഹോമമുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുകയാണ്, ഗണപതി ഹോമമുണ്ട്. ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ്, ഗണപതി ഹോമം കഴിക്കും. എന്ത് ചെയ്താലും നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങൾക്ക്, ഒരു കുഞ്ഞ് സദ്യ നടത്തിയാൽ പോലും ഗണപതിക്ക് വെക്കാതെ നമുക്ക് ഒന്നും നമ്മൾ തുടങ്ങാറില്ല. അതുപോലെ തന്നെ ഗണപതിക്ക് ഏത്തയിടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും അങ്ങനെയാണ്. കാരണം ഭഗവാനെ പ്രസാദിക്കാൻ ഏറ്റവും നല്ല വഴിപാട് ഏതാണെന്ന് വെച്ചാൽ ഭഗവാനെ ഏത്തയിടുക എന്നുള്ളതാണ്. കാരണം ഒരിക്കൽ പരമശിവനും ഭാര്യയും മക്കളും കൂടെ കൂടി മഹാവിഷ്ണുവിൻ്റെ സവിധത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടിയാലും ഈ ഗണപതി ഭഗവാൻ എടുത്ത് വിഴുങ്ങും. അപ്പോൾ അങ്ങനെ നടന്നപ്പോഴാണ് സുദർശന ചക്രം കിട്ടുന്നത്. സുദർശന ചക്രം കണ്ട വഴിയെ ഗണപതി എടുത്ത് വിഴുങ്ങി. പക്ഷേ ഈ സുദർശന ചക്രം ഇറങ്ങിപ്പോവില്ല, ഭയങ്കര പ്രശ്നമാണ്. കാരണം അത്രയും പവർഫുള്ളായൊരു ആയുധവും കൂടിയാണ് മഹാവിഷ്ണുവിൻ്റെ. അപ്പോൾ എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗണപതി ഒന്നും മിണ്ടാതിരുന്നപ്പോൾ തന്നെ എന്തോ കുസൃതി ഒപ്പിച്ചു എന്ന് മനസ്സിലായി. പക്ഷേ ഇതെങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പം ഭഗവാൻ മഹാവിഷ്ണുവിന് മനസ്സിലായി എന്തോ ആളുടെ വായിലുണ്ട്, പക്ഷെ അത് പോയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഭഗവാൻ ഗണപതിയെ കളിപ്പിക്കാനായിട്ട് മുമ്പിൽ ഏത്തയിട്ടു. ഇത് കണ്ട് ചിരിച്ചിട്ട് വായിൽ നിന്ന് ഈ സാധനം പുറത്തേക്ക് ചാടിയതാണ്. അപ്പോൾ അന്ന് തൊട്ട് പറഞ്ഞു, ഭഗവാൻ ഗണപതിയെ ചിരിപ്പിക്കണമെങ്കിൽ, സന്തോഷിപ്പിക്കണമെങ്കിൽ ഏത്തയിട്ടാൽ മതി. അങ്ങനെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഏത്ത വന്നത്. ശരിക്കും 12 ഏത്തയൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം തന്നെയാണ്, വളരെ ഭാഗ്യമാണ്. ഇപ്പം എല്ലാവർക്കും നമുക്ക് ഈ പറഞ്ഞ പോലെയാണല്ലോ, അമ്പലത്തിൽ നിന്ന് രാവിലെ പോയാൽ തിരിച്ചു വരുന്നതിന് മുമ്പ് ഫലം കിട്ടണം. അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുടെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞാൽ അതിന് പൂർണ്ണതയില്ല. തുടക്കമൊക്കെ ചെയ്യും, അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇടയ്ക്ക് മുടങ്ങിപ്പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏത്തയിടുന്നതിനെക്കുറിച്ചൊക്കെ വളരെ കേമായിട്ട് നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. ഒന്നുറപ്പാണ്, ബുദ്ധിക്ക് വേണ്ടിയിട്ട് ഗണപതി ഉപാസന അതികേമാണ്. കാരണം അദ്ദേഹം എഴുതിയ കൃതികളെക്കുറിച്ച് നമുക്കറിയാം. തടസ്സങ്ങൾ മാറ്റണമെങ്കിൽ ഗണപതി ഉപാസന, അതിന് ഗണപതി അല്ലാതെ വേറെ ആരുമില്ല. സർവൈശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഗണപതി ഉപാസന അതികേമാണ്. ജീവിതത്തിലെ എന്ത് കാര്യങ്ങൾ നടക്കണമെങ്കിലും അത് ഗണപതി ഉപാസന അതികേമാണ്. എല്ലാം വളരെ നന്നായിട്ട് അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ല ഉപാസന ഗണപതി ഉപാസന അതികേമാണ്. ഗണപതി ഉപാസകന്മാരാരും ഒരു അടി പോലും താഴേക്ക് പോയിട്ടില്ല, അവർ ഉയർന്നിട്ടേ ഉള്ളൂ. അതാണ് ഗണപതി ഉപാസനയുടെ മാഹാത്മ്യം. നമ്മൾ കറുകപ്പുല്ല് സമർപ്പിക്കുന്നതും കറുകമാല സമർപ്പിക്കുന്നതും അപ്പം മൂടൽ സമർപ്പിക്കുന്നതും ഗണപതി നാമങ്ങൾ ജപിക്കുന്നതിനൊക്കെ നിരവധി തവണ നമ്മൾ സംബന്ധിച്ചിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഗണപതിയുടെ ദ്വാദശനാമം, വിഷ്ണുവിൻ്റെ ദ്വാദശനാമം പറഞ്ഞിട്ടുണ്ട്, നമ്മളിതിനു മുമ്പൊരിക്കൽ വരികയായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഗണപതിയുടെ ദ്വാദശനാമം. അതായത് ഗണപതിയുടെ ദ്വാദശനാമം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ 12 നാമങ്ങളാണ്. അത് ദിവസം 12 വരും, എല്ലാ ദിവസവും ജപിക്കാമെങ്കിൽ തടസ്സങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ തടസ്സങ്ങൾ മാറാൻ അവർക്ക് ഒരുപടി നല്ലതാണ്. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ തടസ്സങ്ങൾക്കും ദ്വാദശനാമം നല്ലതാണ്. ജീവിതത്തിലുണ്ടാകുന്ന സർവൈശ്വര്യത്തിന് ഗണപതി നാമങ്ങൾ നല്ലതാണ്. നല്ല വിദ്യയ്ക്ക്, നല്ല പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ട്രൈ ചെയ്യുന്നവർ, നീറ്റിന് ട്രൈ ചെയ്യുന്നവർ, സിവിൽ സർവീസിന് ട്രൈ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അവർക്കൊക്കെ ജപിക്കാൻ പറ്റുന്നതാണ് ഗണപതിയുടെ ദ്വാദശനാമങ്ങൾ. നമ്മൾ എത്ര കഷ്ടപ്പെട്ടും നമ്മൾ ഒരടി മുന്നോട്ട് പോകാൻ പറ്റണില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ് ഗണേശ ഉപാസനയും ഗണേശൻ്റെ ദ്വാദശനാമങ്ങൾ. അപ്പം ശരിക്കും ഒറ്റമൂലി പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗണപതി ഉപാസന. അത്രയ്ക്ക് കേമാണ്, അത്ര ഗംഭീരമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭഗവാന്റെ ദ്വാദശനാമങ്ങൾ അതിൻ്റെ 15 ഇരട്ടി ഗംഭീരമായിരിക്കുമല്ലോ. അത്രയും ഉപാസനാ സങ്കല്പത്തിൽ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ കലയ്ക്ക് കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം 12 പ്രാവശ്യമൊക്കെ ജപിക്കാമെങ്കിൽ അതിഗംഭീരമായി നിൽക്കുന്ന ഒരു സംരക്ഷണ കവചം കൂടിയാണ്. സമ്പൽ സമൃദ്ധിയുടെ രക്ഷകനാണ്. സർവ്വ തടസ്സങ്ങളുടെയും കാരകത്വം വഹിക്കുന്ന ഭഗവാനെ കൊണ്ട് അത് മാറി നല്ലതിലേക്ക് വരുന്നതാണ്. സർവ്വ അഭീഷ്ടകാരകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അത് ജപിക്കുമ്പോൾ നിങ്ങൾക്കതൊരു അഭിവൃദ്ധി തന്നെയാണ്, നന്മയാണ്, ഐശ്വര്യമാണ്. അതുമാത്രമല്ല, എല്ലാ ദിവസവും ഗണപതിയെ നിങ്ങൾ ഉപാസന തുടരാൻ പറ്റുമെങ്കിൽ, അതല്ലേ നമ്മൾ രാവിലെ എല്ലാ ക്ഷേത്രങ്ങളും രാവിലെ തുടങ്ങുമ്പോൾ എന്താ കഴിക്കണേ? ഗണപതി ഹോമല്ലേ. ഗുരുവായൂരായാലും ഏറ്റുമാനൂരായാലും എത്ര മഹാക്ഷേത്രങ്ങൾ എടുത്താലും ആദ്യം കഴിക്കുന്നത് ഗണപതി ഹോമമാണ്. ശരിക്കും ആ ഗണപതി ഹോമം അവിടുത്തെ ഭഗവാന്മാർ പോലും തൊഴുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഗണപതി ഉപാസന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റാമെങ്കിൽ അത് വളരെ ഗംഭീരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ദ്വാദശനാമം 12 നാമം ഞാനത് പറഞ്ഞു തരാം, എഴുതി കാണിക്കാം. തെറ്റാതെ ഒരു 12 പ്രാവശ്യം എല്ലാ ദിവസവും ജപിക്കാം. രാവിലെ വൈകുന്നേരം ഒന്നൊരു ചോദ്യമില്ല. രാവിലെയാണ് അതിഗംഭീരമാണ്, വൈകുന്നേരം ജപിച്ചൊന്നൊരു ദോഷങ്ങളൊന്നുമില്ല. എന്നിട്ടൊരു 12 ഏത്തേങ്കട ഇടുക, അതിഗംഭീരവും. സംശയമൊന്നും വേണ്ട, കേമാണ്. ഒന്ന് എഴുതിയെടുത്തോളൂ. ഓം വക്രതുണ്ടായ നമ, ഓം ഏകദന്തായ നമ, ഓം കൃഷ്ണപിംഗാക്ഷായ നമ, ഓം ഗജവക്ത്രായ നമ, ഓം ലംബോദരായ നമ, ഓം വികടായ നമ, ഓം വിഘ്നരാജായ നമ, ഓം ധൂമ്രവർണായ നമ, ഓം ബാലചന്ദ്രായ നമ, ഓം വിനായകായ നമ, ഓം ഗണപതേ നമ, ഓം ഗജാനനായ നമ, ഓം ഗം ഗണപതേ നമ. ഇപ്പോൾ ഈ പറഞ്ഞത് 12 നാമങ്ങൾ ഭഗവാന്റെ അതിശക്തമായി നിൽക്കുന്ന ദ്വാദശനാമമാണ്. എല്ലാ ദിവസവും 12 ജപിക്കാം. ഇതാര് ജപിക്കണമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ജപിക്കാം. വിദ്യ വേണ്ടവർക്ക് വിദ്യയ്ക്ക് ഗുണമാണ്, സമ്പത്ത് വേണ്ടവർക്ക് സമ്പത്തിന് നല്ലതാണ്, സ്ഥലം വേണ്ടവർക്ക് സ്ഥലത്തിന് നല്ലതാണ്, വിവാഹം വേണ്ടവർക്ക് വിവാഹത്തിന് നല്ലതാണ്. എല്ലാ ആഗ്രഹ പൂർത്തീകരണത്തിനും ഭഗവാൻ ഗണപതിയുടെ ദ്വാദശനാമം അതിഗംഭീരമാണ്. അതുകൊണ്ട് ഗണപതി ഉപാസന എന്ന് പറഞ്ഞാൽ സർവ്വദേവങ്ങളുടെ ഉപാസന പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു 12 രൂപയെങ്കിലും ജപിക്കാമെങ്കിൽ വളരെ കേമാണ്. ഒരു 12 രൂപ ഏത്തങ്കട ഇടാമെങ്കിൽ അതിഗംഭീരമായി, അതിഗംഭീരം എന്നല്ല അതിഗംഭീരമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗണപതി ഉപാസന അത് ജീവിതത്തിൽ വേറൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നമസ്കാരങ്ങൾ. നന്ദി.